ഇതെനിക്ക് കിട്ടിയ ഒരു എൻഗേജ്മെൻറ്റ് വർക്കായിരുന്നു. മെറ്റീരിയൽ പരാഗിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്കൈ ബ്ലൂ കളറിലെ ബനാറസി മെറ്റീരിയലാണ്. ഇതിൻ്റെ കൂടെ ഷോള് ഒരു ഷിമ്മർ ഓർഗൻസ മെറ്റീരിയലാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും കൂടെ കട്ട് ബീഡും ത്രെഡും കൂടി ചേർന്നിട്ടുള്ളൊരു വർക്കുമാണ് ഉണ്ടായിരുന്നത്. ബോഡി പോർഷൻ ഇതിൽ ഫുള്ളും ഒരു ഫ്ലോറൽ ഡിസൈനാണുള്ളത്. ഇത് ഞാൻ 3-4 മാസം മുമ്പ് ചെയ്തു കൊടുത്തൊരു വർക്കാണ്. ഇതുപോലെ എൻ്റെ ഫോണിൽ ഒത്തിരി വർക്കുകളുടെ ഫോട്ടോസും വീഡിയോയും ഒക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടപ്പുണ്ട്. കുറേയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കാതെയും വിട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മടി തന്നെയാണ്. ഞാനിതിൻ്റെ സ്കേർട്ടിന് ഒരു ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ചെറിയ പ്ലീറ്റ്സ് ആയതുകൊണ്ട് തന്നെ അയൺ ചെയ്യാനും അത്യാവശ്യം നല്ല പണിയായിരുന്നു. ഇതിൻ്റെ ഷോളിൽ മെറ്റീരിയൽ ഞാൻ കുറച്ച് കൂടുതലാണ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ സ്കാലപ്പ് വർക്ക് ഷോളിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കട്ട് ബീഡും ഈ വർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ടൈം എടുത്താണ് ഞാനത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അത് സൈഡ് പോർഷനൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടാണ് ഞാൻ ഈ വർക്കുകളെല്ലാം ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ഇത് എൻ്റെ ഒരു പാഷനും എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി കിട്ടുന്ന ഒരു ജോലിയാണിത്. നമ്മൾ ചെയ്ത വർക്ക് കസ്റ്റമറിട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ അത് കണ്ട് മറ്റുള്ളവർ നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ വർക്ക് തന്നെ ഞാൻ 2-3 ദിവസം എടുത്താണ് കംപ്ലീറ്റ് ആക്കിയത്. ഇതിൻ്റെ സ്ലീവിലും വേസ്റ്റ് ലൈനിലും കട്ട് ബീഡും പേളും വെച്ചിട്ടാണ് ഞാനൊരു ഹാങ്ങിങ്സ് ചെയ്തത്. ഇതിൻ്റെ നെക്ക് പോർഷനിലും ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും പേളും കട്ട് ബീഡും സീക്വൻസും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സിംഗിൾ ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.